JM അക്കാഡമിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടായിരുന്നു. അവൾ അനീത എന്ന് പറഞ്ഞ സ്റ്റുഡൻറ് കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അവൾ ഫ്യൂ മന്ത്സ് ബാക്ക് ഇവിടെ നിന്ന് തന്നെ ഓൾറെഡി പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ അവൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും വീഡിയോസ് നോക്കിയായിരുന്നു. അപ്പം ജിഷാമ അവർ പ്രത്യേകിച്ച് വന്നിട്ട് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ക്വാളിറ്റി ടീച്ചിങ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. 2 months കോഴ്സാണ് എടുത്തത്. ഇപ്പം അതിൽ ഓൾറെഡി ഓഫർ ചെയ്തതുപോലെയുള്ള എല്ലാവിധ സപ്പോർട്ടും, അതായത് ഒരു ഇനീഷ്യൽ A to Z ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ, സ്പെഷ്യലി സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ജിഷ മാമിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ലിസണിങ് റീഡിന്റെ ക്ലാസ്, കാരണം അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. കാരണം നമ്മളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐഡിയ ഇല്ലാത്ത പോലെയായിരുന്നു എന്താണ് കേൾക്കേണ്ടത്. ജസ്റ്റ് നമ്മുടെ എന്നെ പറഞ്ഞ ബോധഹെഡ് പോകുന്ന പോലെയായിരുന്നു പ്രാക്ടീസ് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയപ്പം. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എങ്ങനെയാണ് ശരിക്കും നമ്മളത് കേൾക്കേണ്ടത്, ആ ഒരു ലിസണിങ്, ഒരു പ്രസന്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നുള്ള ടെക്നിക്സ് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഇമ്പ്രൂവ് ആയത്. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഫുൾ അറ്റൻറ്റീവായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നമ്മൾ വെറുതെ ഓക്കെ 1 hour ഞാൻ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ 2 hour നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ് JM അക്കാഡമിയിൽ ആസ് എ ബിഗിനറാണ്. OIT ഫസ്റ്റ് ടൈമിലാണ് എനിക്ക് പെdagogy കോഡ് എല്ലാത്തിനും B സ്കോർ ഉണ്ട്. സ്പീക്കിങ്ങിന് എനിക്ക് 400, റീഡിങ് 380, ലിസണിങ് 350 ആൻഡ് റൈറ്റിംഗ് 390. ഇത്രയും നല്ല സ്കോർ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാൻ സാധിച്ചത് JM അക്കാഡമിയിൽ ജോയിൻ ചെയ്തതുകൊണ്ടാണ്. ഈ ടൈമിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ്, സ്പെഷ്യലി ജിഷ മാം, കോർഡിനേറ്റേഴ്സ്, ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ്, ഇൻട്രൊഡക്ഷൻ തന്ന എല്ലാവർക്കും താങ്ക്സ് പറയാണ്. പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾ റൈറ്റ് പ്ലേസ് ബട്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കണം ആ ടീച്ചിങ്ങിന്റെ. ഫസ്റ്റ് മന്ത് ശരിക്കും ഒരു ചലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഡ്യൂട്ടിയുടെ കൂടെ പിന്നെ നമ്മൾ ഇത്രയും അവേഴ്സ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എപ്പം പ്രാക്ടീസ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഞാനത് മാമിനോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആഫ്റ്ററുള്ളത് നമ്മുടെ എൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ടൈം ഒന്നുകൂടെ മാനേജ് ചെയ്ത് ഡെയിലി എല്ലാ മൊഡ്യൂളും കവർ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മന്ത് ശരിക്കും നല്ല ഡിഫിക്കൽട്ടായിരുന്നു, അത്ര ഇത് വന്നില്ല. പ്രത്യേകിച്ചും സ്പീക്കിങ്ങിന് റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ലിസണിങ് ഡെയിലി 1 ചെയ്യലെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു. അക്കാഡമിയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ തിങ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. റീഡിങ്ങിന്റെ അത്ര ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജിഷമാനെ ഞാൻ ഇൻഡിവിജ്വൽ വിളിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നില്ല എന്താ ഇമ്പ്രൂവ് ആവാത്തെ. പാർട്ടി ഓക്കെ ആയിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഞാൻ 15, 14, 13, 12 വരെയത്തേ ഉള്ളൂ. എന്നാലും അത് നന്നായിട്ട് ചെയ്തു. അപ്പൊ BC ഒന്നും ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല ഫസ്റ്റ് മന്തിൽ. അപ്പൊ ഞാൻ മാമിനോട് സംസാരിച്ചപ്പോൾ മാം പറഞ്ഞു ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട്, അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ. അത് ഞാൻ ആലോചിച്ചപ്പം ശരിയാണ്, ടെക്നിക്കലൊക്കെ അറിയാം. പിന്നെ ഞാൻ BC ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത് അങ്ങ് എടുക്കുമായിരുന്നു. അങ്ങനെയല്ല, ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് ആ ടെക്നിക്ക് അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് വന്നപ്പോൾ എന്റെ സ്കോർ ഇമ്പ്രൂവ് ആയി. പിന്നെ 2 months ട്രെയിനിങ് എടുത്ത് 3rd മന്തിൽ എക്സാം എഴുതി. അതായത് 2nd month തൊട്ട് തന്നെ ആക്ച്വലി എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നായിരുന്നു റീഡിങ്, ലിസണിങ്. മാം പറഞ്ഞ രീതിയിൽ പോയപ്പം ശരിക്കും പറഞ്ഞു ടൈം മാനേജ് ചെയ്യണം. അപ്പം വെരി ഫസ്റ്റ് ഡേ തൊട്ട് ഇപ്പം ഞാൻ മാം 15 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20 എടുത്താലും ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. 15 പറഞ്ഞാൽ 15, 14 എത്രയാണെങ്കിലും അത്രയും മതി. അപ്പം ആ സ്റ്റാർട്ടിങ് തൊട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തതിന് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പാരട്ടെ. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അക്കാഡമി ഓഫർ ചെയ്ത പോലെ തന്നെ ലിസണിങ് റീഡിങ്ങിന്റെയും കംപ്ലീറ്റ് ക്ലാസ്സും ജിഷ മാം തന്നെയാണ് കവർ ചെയ്തത്. അത് കൂടാതെ സ്പീക്കിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും ഒക്കെ ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള കീ പോയിന്റ്സ് എല്ലാം തന്നെ ജിഷ മാം കവർ ചെയ്തു. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് ഓഫർ ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് വേറൊരു രീതിയിലല്ല ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റും.